അവിടെ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ. പക്ഷേ ഒരു തരം വാശിയാണല്ലോ. അരുതാത്തതെന്ന് പറഞ്ഞാലും അതൊക്കെ നേടിയെടുക്കാനുള്ള വാശി. നീ ഉണ്ടായിട്ടുള്ളൂട്ടാ. സജി, നീ മാത്രം ഉണ്ടായുള്ളൂട്ടാ. അവൻ ആരായാലും അവനെ എന്തിനാ ഈ മണ്ണിൽ നട്ടതെന്ന് എനിക്കറിയണം. அந்த 30 ஏக்கர் பூமி வாங்குறது நீதானா? எஸ் எஸ் ஐ எம் உமாகாந்தன். உங்க பேர் என்ன? பேசாதடா பொறுக்கி. அந்த கத்தியை கொடுறா. ഞാൻ വിജയിച്ചെന്റെ മുഴക്കോ ഇപ്പൊ കേട്ടത്. ഇപ്പൊ മനസ്സിലായല്ലോ പ്രസിഡന്റ്. സോമൻ ക്യാമറ. എന്താ സച്ചി ഇങ്ങനെയൊക്കെ? ചീപ് ഷോ. സീനിയേഴ്സ് അവന്മാർ അടിക്കാൻ വരുന്നുണ്ടോ? യാത്രേ നന്ന ബാംഗ്ലൂരു അത്യാവശ്യം ചെറിയ സെറ്റപ്പൊക്കെ എൻ്റെ കയ്യിലും ഉണ്ട്. അത് മതി കേട്ടോ, ഒന്നും പഠിക്കാമല്ലോ, ധൈര്യമായിട്ടിരിക്കും. ഹൈറ്റ് കമ്മി ആയിട്ടേ റിട്ടയർമെന്റ് ബേക്കാ? ഓമനടുത്തേ ഞാൻ പോവാ. ആ രമണിയച്ചക്ക് ഒരു ഉരുളി കൊടുക്കാന്ന് പറഞ്ഞിരുന്നേ. എടാ മാധവാ, നിക്ക്. അയ്യോ അയ്യോ, എന്റെ ഉരുളി. നിനക്കത് വേണടേ. എടാ മറ്റേ സാധനം ഇട്ടാടാ നിന്റെ. ഇത് അല്ലെങ്കിൽ നീ മറ്റേ ഇതിട്. എന്തായിരുന്നു എന്തൊക്കെയായിരുന്നു അവന്റെ അഹങ്കാരം. അതന്നെ അവന്റെ ഫിനിഷ്. അതിന്റെ കാരണങ്ങളാ ഈ നിരന്നിരിക്കുന്നത്. മനസ്സിലായോ? ഇതുപോലെ ഒരെണ്ണമെങ്കിലും നിനക്ക് കൊണ്ടുവരാൻ പറ്റിയോ? അപ്പം ചോദിച്ചാലോ തെറ്റ്. ഇതല്ലേ നിന്റെ ചെറുത് എടുത്തോ. താങ്ക്സ് ബ്രോ. ഇതെനിക്ക് കിട്ടിയതാ. ഇവൻ വേണമെങ്കിൽ ഒരെണ്ണം കട്ടൂണും വരുമപ്പാ. ജീവിച്ചൂടെ ആശാനെ? എവിടെയെങ്കിലും ഊരും പേരും മാറ്റി. നീ വിഷമിക്കാണ്ടിരി. എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. എനിക്കൊരു വിഷമമില്ല.